പക്ഷേ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: പ്രഭു, ഇന്ന് എൻ്റെ കൃഷി നശിച്ചുപോയി, പക്ഷേ നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചല്ലോ. എൻ്റെ മക്കൾ ഇന്ന് പട്ടിണിയിലാണ്, പക്ഷേ അവർക്ക് ജീവനോടെ ഉണ്ടല്ലോ, അവർക്ക് ജീവനുണ്ടല്ലോ. വിശന്ന് അവർ തളർന്ന് കിടന്ന് ഉറങ്ങുകയാണ്, പക്ഷേ അവർക്ക് ജീവനുണ്ടല്ലോ. നാളെക്കുറിച്ച് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അത്രയും മാത്രം മതിയെന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രാർത്ഥിച്ചിട്ട് ശാന്തമായിട്ട് അയാൾ കണ്ണീര് തുടച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് പുള്ളി ഭയങ്കര സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇത് കണ്ടപ്പം ഇന്ദ്രന് ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കണ്ണിൽ ഇന്ദ്രദേവൻ ഉടനെ തന്നെ വിഷ്ണുവിനോട് ചോദിച്ചു: പ്രഭു, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അയാളൊന്നും ചോദിച്ചില്ലല്ലോ, പകരം നന്ദി മാത്രമാണല്ലോ പറഞ്ഞതെന്ന്. അപ്പം മഹാവിഷ്ണു പറയും: ഇന്ദ്ര, ഈ ലോകം എന്നെ ഓർക്കുന്നത് ഞാൻ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ്. എന്നാൽ എല്ലാം തകർന്നിട്ടും എന്നോട് നന്ദി പറയുന്ന ഈ വൃദ്ധനെ കണ്ടില്ലേ, അയാൾ വെറും ഒരു കടക്കാരനാണ് അയാളുടെ മുമ്പിൽ. അപ്പം ഞാൻ അയാളുടെ മുമ്പിൽ ഒരു കടക്കാരനാണെന്ന് പുള്ളിക്കാരൻ പറയും. അപ്പം അതായത് ഇത്രയും കഷ്ടപ്പെട്ട് പൊട്ടി തകർന്ന് നിന്നിട്ടും പുള്ളിക്കാരൻ പറഞ്ഞത് നന്ദി മാത്രമാണ്. ഭഗവാനെ നന്ദി, ജീവനോടെ ഞാൻ ഉണ്ടല്ലോ, നീ എനിക്ക് ജീവൻ തന്നല്ലോ, ഇന്നത്തെ ദിവസം എനിക്ക് നീ തന്നല്ലോ, അതിന് നന്ദി പറയുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അന്ന് രാത്രി അദ്ദേഹം, അതായത് നമ്മുടെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോവില്ല. അന്ന് അത്രയും കോരിച്ചെഴുന്ന മഴയും പേമാരിയും മണ്ണിടിച്ചിലൊക്കെ ഉള്ള സമയത്ത് ഭഗവാൻ വൈകുണ്ഠത്തിൽ പോവാതെ ആ പുള്ളിയുടെ ആ വൃദ്ധൻ്റെ കുടലിന് പുള്ളി കാവൽ നിൽക്കും. അപ്പോൾ ഈ കഥയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് ഒത്തിരി ആൾക്കാർ. അപ്പം നമ്മൾ അങ്ങനെയാണ്, ഈവൻ ഒത്തിരി ആൾക്കാർ അങ്ങനെ തന്നെ, ദൈവം അങ്ങനെ തന്നില്ല, ദൈവത്തിന് നന്ദിയില്ല, ദൈവം കണ്ണില്ല, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പം പല സങ്കടങ്ങളും ദൈവത്തിന് നന്ദി പറയുന്ന ചിലർ, വളരെ കുറച്ച് ആൾക്കാരെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ജീവിതവും മറ്റൊരാളുടെ സ്വപ്നമാണ്. നമുക്ക് ദൈവം സഹായിച്ച് കയ്യും കാലും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തെല്ലാം കുറവുള്ള എത്രയോ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയുക. മറ്റുള്ളവരെ, നമ്മളെക്കാളും താഴോട്ടുള്ളവരെ നോക്കുക. അപ്പോൾ അവരെക്കാളും ഒരുപടി മുന്നിൽ നമ്മളാണെങ്കിൽ ദൈവത്തോട് തീർച്ചയായിട്ടും നന്ദി പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് കാവൽക്കാരനായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രീ പത്മനാഭൻ വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. പല രീതിയിൽ പല ആവശ്യങ്ങളും, ഞാൻ പറയാതെ പല ആവശ്യങ്ങളും എന്നെക്കാൾ മുന്നിൽ ഒരുപടി മുമ്പിൽ ശ്രീ പത്മനാഭൻ അവിടെ ചെന്ന് നിൽക്കാറുണ്ട്. ഞാൻ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ മുത്തച്ഛൻ എനിക്ക് പറഞ്ഞ കഥയാണിത്. ഇത്രയും സന്ദർഭങ്ങളിൽ കൂടി ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്. ചിലപ്പോൾ കഷ്ടപ്പാടുകൾ വരും. കഷ്ടപ്പാടുകൾ ഒരുപാട് തരുന്നത് നമ്മളെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ